ഹായ് കൂട്ടുകാരെ, ഞാൻ മേഴ്സി. ഇന്ന് എൻ്റെ വിളവെടുപ്പിൻ്റെ ഫോട്ടോയാണ് നിങ്ങളെ കാണിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ പറമ്പിലുണ്ടായ കുക്കുംബറും എൻ്റെ പറമ്പിലുണ്ടായ സ്ക്വാഷും ഒക്കെ നിങ്ങളെ കാണിക്കുവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ഇന്ന് പറിക്കുന്നത്. ഇന്ന് എനിക്ക് ഓഫായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കൃഷിയിലൊക്കെ ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാം ഇങ്ങനെ മൂത്ത് കിടക്കുവാണ്. അപ്പം എന്നെ കാത്ത് കിടക്കുന്ന പോലെ അവരെല്ലാം കിടക്കുമായിരുന്നു. അപ്പം ഞാൻ പല ഷേപ്പിൽ ഉള്ള ഗതമാതിരി, അതുപോലെ കുടം പോലെയൊക്കെ ജിമ്മിക്കിക്കമ്മൽ പോലെയൊക്കെയുള്ള സ്ക്വാഷാണ്. പല ഷേപ്പിൽ ഇതൊരെണ്ണം നീണ്ടതാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഷേപ്പ് കണ്ടാൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എനിക്കുണ്ടായത്. പിന്നെ ഇത് ഇവിടെ ഉണ്ടായ കുക്കുംബറാണ്. ഞാൻ ഡോളർ ട്രീയിൽ നിന്ന് മേടിച്ച് പാകിയ കുക്കുംബറായിരുന്നു. 1 മാസമായിരുന്നു ഇതൊക്കെ പാകിയിട്ട്. എനിക്കിപ്പോൾ ഇന്ന് ആവശ്യത്തിനുള്ള കുക്കുംബറെല്ലാം കിട്ടി. ഇനി അതിൽ വിരിഞ്ഞ് കുറേ കിടപ്പുണ്ട്. അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് അതൊക്കെ നോക്കും. പിന്നെ എനിക്ക് ഒരു കറിക്കുള്ള ബീൻസും കിട്ടി. ബീൻസ് ഞാൻ 1 പ്രാവശ്യം പറിച്ചായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കുറച്ചുകൂടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ബീൻസ് മൂത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും പറിച്ചു. അപ്പോൾ എനിക്ക് തോരൻ വെക്കാനുള്ളതും കറി വെക്കാൻ, ചാറ് വെക്കാനുള്ള വിഭവങ്ങളൊക്കെ ഇന്ന് എനിക്ക് എൻ്റെ പമ്പയിൽ തന്നെ കിട്ടി. അപ്പം ഞാൻ വൻപയർ ഇട്ടിട്ട് ഈ മത്തങ്ങയല്ല സ്ക്വാഷിനെ ചാറ് വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് പരിപ്പിട്ട് നമുക്ക് ചാറ് വെക്കാം, പിന്നെ വൻപയർ ഇട്ടിട്ട് വെക്കാം, പിന്നെ മിക്സഡ് ആയിട്ടുള്ള പച്ചക്കറികളായിട്ട് നമുക്ക് വെക്കാം, സാമ്പാറിൻ്റെ കൂടെ ഇടാം, അവിയലിൻ്റെ കൂടെ ഇടാം, തൈര് കറി വെക്കുമ്പോൾ ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്കിത് കറി വെക്കാൻ പറ്റും. അതുപോലെ സാലഡിനകത്ത് ഉപയോഗിക്കാൻ പറ്റിയ കുക്കുംബറാണിത്. ചുമ്മാ തിന്നാനും സാലഡിനകത്ത് ഇടാനൊക്കെ നല്ലതാണ്. ഇത് വെറുതെ തിന്നാലും നല്ല ജ്യൂസി ആയിട്ടുള്ള കുക്കുംബറാണല്ലോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, ക്രഞ്ചി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള. അപ്പം ഇതാണ് ഗൈസ് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.